ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു കിടിലൻ ഫിഷ് ഫ്രൈ റോസ്റ്റി ഉണ്ടാക്കിയാലോ. മീൻ പൊരിച്ചതും ചോറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഫിഷ് ഫ്രൈ റോസ്റ്റി ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിപ്പോൾ ഏത് മീൻ വെച്ചിട്ടാണ്, നിങ്ങൾക്ക് ഏത് മീനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ബോൺലെസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മുഴുവനോടുകൂടിയുള്ള മീൻ നന്നായിട്ട് വരഞ്ഞ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അയില പോലത്തെ മീനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ നെയ്മീൻ അല്ലെങ്കിൽ ഐക്കൂറ മീൻ എടുത്തിട്ട് അതിൻ്റെ സ്കിന്നെടുത്ത് കളയാണ്. ഇതൊരു ബോൺലെസ് ഫില്ലറ്റാണ് കിട്ടിയേക്കുന്നത്, പക്ഷേ നടുക്ക് കൂടി കുറച്ച് മുള്ളുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നടുക്ക് മുള്ളിൻ്റെ ഭാഗത്ത് കുറച്ച് കറുത്ത ഫ്ലഷ് ഉണ്ട്, അതും ഞാൻ എടുത്ത് കളയും, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ ഒരുപാട് കനം കുറയ്ക്കാണ്ട് ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷെ ഒരുപാട് കനം കുറഞ്ഞ് പോകരുത്, മീൻ കുറച്ച് അത്യാവശ്യം ഒരു കട്ടി വേണം. ഇനി ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടൊന്ന് കഴുകണം. പിന്നെ മീൻ നല്ല ഫ്രഷ് ആയിരിക്കണം, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ ഡിഷസിനൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറേ ദിവസം ഇരുന്ന് മീൻ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് ഈ ഷാനയുടെ റെസിപ്പി ഒന്നും കൊള്ളില്ല എന്ന് പ്ലീസ് പറയല്ലേ. അപ്പോൾ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് പതുക്കനെ ഒന്ന് തിരുമ്പിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ടൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ ആ ഉളുമ്പുമാണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടും. നല്ല ഫ്രഷ് ഫിഷ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി പേസ്റ്റാക്കിയത് വേണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 5 വലിയ അല്ലിയില്ല, ചൈനീസ് ഗാർലിക് വലിയ അല്ലി വെളുത്തുള്ളി, അതൊരു 5 എണ്ണം പേസ്റ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഇതുപോലത്തെ ഒരു കഷ്ണം, ഇതും ചതച്ച് പേസ്റ്റാക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതലാണ് കേട്ടോ. രണ്ടും നന്നായിട്ട് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗ്രാമ്പും പിന്നെ കറുകപ്പട്ട രണ്ടും പൊടിച്ചത്. അപ്പോൾ ഗ്രാമ്പു 1 നുള്ളു, 1 വലിയ നുള്ളു, പിന്നെ കറുകപ്പട്ട 2 വലിയ നുള്ളു പൊടിച്ചത്. അപ്പോൾ പൊടിച്ച പൊടി ആയിട്ട് ഇതുപോലെ ഇല്ലെങ്കിൽ ഇഞ്ചി ചതക്കണതിൻ്റെ ഒപ്പം ഗ്രാമ്പും കറുകപ്പട്ടയും കൂടി ഇട്ട് നന്നായി ചതച്ചെടുത്താലും മതി. ഇത് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മാരിനേറ്റിന് യൂസ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഇട്ടിരുന്ന ഒരു റെസിപ്പി, മലബാർ ഫിഷ് ഫ്രൈ ഈസി റെസിപ്പി, അത് സെയിം മാരിനേറ്റാണ് കേട്ടോ ഈ യൂസ് ചെയ്യണത്. ഇനിയുള്ള സ്റ്റെപ്പാണ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് ചുരുങ്ങിയത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ മൂടി വെക്കണം മാരിനേറ്റ് ആണ്. അതിനേക്കാളും കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ അതിനേക്കാളും ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെക്കണം, ഒരു 1/2 മണിക്കൂർ. അപ്പോൾ തണുപ്പൊക്കെ മാറും. ഭയങ്കര തണുപ്പോട് എടുത്ത് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്, അപ്പോൾ അത് ഹാർഡായി പോകും ഫിഷ് ഫ്രൈ. അപ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം എണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും വേണ്ട. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പീസസൊക്കെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ പാനൊന്ന് ഇതുപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മീൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറ് ഒരു സൈഡ് ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം സിസിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് പതുക്കനെ കുറച്ച് സമയം, ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കും. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം അടുക്ക്. അങ്ങനെ ആദ്യത്തെ സൈഡ് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് എല്ലാ പീസസും കൂടി ഒന്ന് മറിച്ചിടണം. ഇനി എന്താണ് ചെയ്യണത്, ഇവിടെയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റി ആവാൻ പോണത്. ഇവിടെ നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്ത ടൊമാറ്റോസ്, പിന്നെ നല്ല ഓണിയൻ റിങ്സ്, നല്ല ഭംഗിയുള്ള ഓണിയൻ റിങ്സ് ആയിരിക്കണം. പിന്നെ സ്ലൈസ് ചെയ്ത ഗ്രീൻ ചില്ലി, പച്ചമുളക്, അതും കൂടി ഇട്ട് കൊടുക്കാം. മുകളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ഒരു പച്ചമുളക്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യുക, പതുക്കനെ. അപ്പോൾ ഇത് ഇടണ നേരത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിരുന്നു. എന്നിട്ട് എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് പതുക്കനെ രണ്ടാമത്തെ സൈഡും കൂടി ബ്രൗൺ ആയി വരുന്നവരെയും ഫ്രൈ ആയിരിക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഒരു പീസ്, ഒരു പുളിക്കാരനെ എടുത്ത് നോക്കി ഒന്ന് മറിച്ച് നോക്കാം ബ്രൗൺ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അടിപൊളി, ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്.
കറക്റ്റ് പാകമാണ്. ഇതിനേലും കൂടുതൽ വേണ്ട. ഇങ്ങനെ ആയതിനു ശേഷം ഇനിയാണ് മാജിക്. നമ്മളിത് നന്നായിട്ട് ടോസ് ചെയ്തെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെയ്യണ പോലെ ഫ്ലെയിം അങ്ങോട്ട് മാക്സിമം ഹൈ ആക്കി വയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ ടോസ് ചെയ്യണം. അപ്പോൾ ഈ ടോസ് ചെയ്യുന്നതിനൊരു മെത്തഡ് ഉണ്ട് കേട്ടോ. ഈ പാൻ നേരെ മുമ്പിലേക്ക് സ്ട്രെയിറ്റ് കൊണ്ടുപോവാം, എന്നിട്ട് പൊക്കാം, എന്നിട്ട് മറിച്ചിടാം. മുമ്പിലേക്ക് സ്ട്രെയിറ്റ് പൊക്കി മറിച്ചിടാം, മുമ്പിലേക്ക് സ്ട്രെയിറ്റ് പൊക്കി മറിച്ചിടാം. ഇങ്ങനെയാണ് ഈ ടോസിങ് മെത്തഡ്. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആ ഫ്ലെയിം ഈ പാനിൻ്റെ ഓയിലിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒന്ന് ഫ്ലെയർ അപ്പ് ചെയ്യും. റെസ്റ്റോറൻറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ ആ തീ കയറുന്നത്? അപ്പോൾ ഈ ലൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഫ്ലെയിം നന്നായിട്ട് ഇങ്ങനെ ആളി വരുന്നുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് കറിവേപ്പില ഇടേണ്ടത്. കറിവേപ്പില ഇട്ടിട്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ തന്നെ ടോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫ്ലെയിം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഇത് ടോസ് ചെയ്യണം. കണ്ടില്ലേ, നന്നായിട്ട് ഫ്ലെയിം ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ആംഗിളിലും കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ ലൈറ്റ് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫ്ലെയിം കാണാൻ പറ്റുന്നുണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടോസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആയിരിക്കില്ല, ഫിഷ് കരിഞ്ഞതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ടോസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഒക്കെ മണം ഇങ്ങനെ വരുന്നത്. അപ്പോൾ നല്ലൊരു കൊതി തോന്നുന്ന ഒരു മണം തന്നെയാണത്. അപ്പോൾ അതേ ഇവിടെ ഞാൻ മൊബൈൽ ഫോൺ വെച്ചെടുത്തിട്ട് ഒരു വേറെ ക്ലിപ്പും കൂടി കാണിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും കാണാം ഫ്ലെയിം ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ പാന് സ്ട്രെയിറ്റ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാം, ലിഫ്റ്റ് ചെയ്യാം, പൊക്കി മറിക്കാം. പാന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാം, പൊക്കി മറിക്കാം. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മാക്സിമം ഫ്ലെയിം ആയിരിക്കണം. ആഹാ, നല്ല രസമില്ലേ കാണാൻ? മറ്റേ ക്യാമറ വെച്ചിട്ട് ഫ്ലെയിം കിട്ടണില്ല, അതാണ്. എന്നിട്ട് ഇത് നല്ല ചൂടുള്ളപ്പോൾ തന്നെ ചോറിൻ്റെ കൂടി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയേ ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ. ഇത്ര സിമ്പിളാണ്. ഒരു നോർമൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് പകരം അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ ഇവിടെ തിരിച്ച് വന്നിട്ട് ഒരു കമൻറ്റും കൂടി പറയണം കേട്ടോ. ഇവിടെ ഞാനിത് സെർവ് ചെയ്യുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിലും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് റെസിപ്പീസ് പഴയതും ഉണ്ട്, ഇനിയും പുതിയത് ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.